യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലെ കണ്ടിന്യൂഷനാണ്, 2-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യാക്കോബ് പറയുന്ന ഈ ഭാഗം എനിക്ക് വളരെ ചിന്തനീയമായിട്ട് തോന്നുക. ഇത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ ആത്മീയ ഗോളം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു മേഖലയാണ് ഞാൻ തൊട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്രൈസ്തവ ഗോളം, അല്ലെങ്കിൽ ഇന്നത്തെ വിശ്വാസ സമൂഹം, അല്ലെങ്കിൽ ഇന്നത്തെ പെന്തോക്കോ സമൂഹം, അല്ലെങ്കിൽ ഇന്നത്തെ വിശ്വാസികൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി കർത്താവ് വിളിച്ചിറക്കിയ വിശ്വാസ സമൂഹം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു മേഖലയാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണണം. പരിശോധനകളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വരുമ്പോൾ അത് നമ്മളെ ബലപ്പെടുത്തുകയാണ്, അത് കരുത്താർജിക്കാനാണ്, അത് ശക്തിപ്പെടാനാണ്, അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനാണ്, അത് പ്രത്യാശ വർദ്ധിക്കാനാണ്, നമ്മളിലുള്ള ആത്മീക സന്തോഷം വർദ്ധിക്കാനാണ് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഇതാ വിഷയം. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് പറയാൻ ഇവിടെ ആളില്ല, അതായി കുഴപ്പം. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം ജനഹൃദയങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസികളെല്ലാം കരുത്തന്മാരാകും. വായി തോന്നുന്നതും ഹൃദയത്തിൽ തോന്നുന്നതും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സഭായത്തിന് 3 മണിക്കൂർ പോയാൽ, പണ്ട് UK എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, പാസ്റ്റർ, നല്ലൊരു പാസ്റ്ററാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എല്ലാം കേൾക്കാറുണ്ട്. അദ്ദേഹം പറയാം, ഞങ്ങളുടെ അവിടെയൊക്കെ ചില സ്ഥലങ്ങളില്ലേ, എല്ലായിടത്തും അല്ല, പുള്ളിയോടത്തൊന്നും സമ്മതിക്കത്തില്ല. പുള്ളി 3 മണിക്കൂർ സഭായത്തിൽ 2.5 മണിക്കൂർ പാട്ട്, 2.5 മണിക്കൂർ സംഗീത നിശ. മരിയാമിൻ്റെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ടാമ്പറിനൊക്കെ എടുത്ത് ഇങ്ങനെ ആടിപ്പാടിയതുപോലെ 2.5 മണിക്കൂർ പാട്ട്, 15 മിനിറ്റ് വചനം, പിന്നെ 15 മിനിറ്റ് അതും ഇതുമൊക്കെ പറഞ്ഞ് സ്തോത്രാഴ്ചയും മേടിച്ച് തവ പിരിച്ചു വിടുക. എങ്ങനെ വിശ്വാസി നന്നാകും? പണ്ടൊരു ഉപദേശി പറഞ്ഞ പോലെ പാട്ട് പാടി പാട്ടിലാക്കുന്ന രീതിയായി മാറിയിരിക്കുക ഇപ്പോൾ. സംഗീതം നല്ലതാണ്, എനിക്കും വലിയ ഇഷ്ടമൊക്കെ, ഞാനും പാട്ടൊക്കെ പാടുന്ന ആളാണ്. പക്ഷേ സംഗീതത്തെക്കാൾ പ്രധാനം ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ പ്രത്യാശ നിർഭരമുള്ള ജീവിതമാക്കി തീർക്കുക, ലോകസ്നേഹത്തിൽ നിന്ന് അവരെ അടർത്തിയെടുക്കുക, ലോകത്തിൻ്റെ മാലിന്യതകളിൽ നിന്നും അശുദ്ധിയിൽ നിന്നൊക്കെ അവരെ ദൈവവചനം പ്രസംഗിച്ച് വിശുദ്ധിയുടെ പാന്താവിലേക്ക് അവരെ നടത്തുക. അതാണ് ശുശ്രൂഷകന്മാർ ചെയ്യേണ്ടത്. ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നവരെ വചനം കൊണ്ട് ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. വചനം കേട്ടവർ കരുത്തന്മാരായി തീരണം. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ഒരു ആത്മീക ശക്തി, ഒരു ആത്മീക കാഴ്ചപ്പാട് ദൈവവചനം കേട്ട് പഠിച്ച് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാകണം. അതെവിടെ ഉള്ള ഇന്ന്? ഇവിടുന്ന് തുള്ളിച്ചാടുക. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഡപ്പാങ്കൂത്ത് പാട്ടിനെ കുറിച്ചല്ലെന്നോർത്തോണം. ആത്മാവിൻ്റെ ആരാധന സഭയിൽ വെളിപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ഒന്നെടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. ആരാധനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞൊരു ഭാഗം പറയാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ വലിയ പ്രേരണയുണ്ട്. അതിൻ്റെ 23-24 വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ന്റെ 23-24 വാക്യം. ആ പറഞ്ഞ വിഷയത്തെ ഒന്ന് അനാലൈസ് ചെയ്യുകയാണ് നമ്മളിവിടെ. വായിച്ചാട്ടെ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് പരിശുദ്ധാത്മാവ് വന്ന് ആത്മാവിൻ്റെ ആരാധന തുടങ്ങുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസക്തമായ ഭാഗമാണിത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അടുത്ത, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അടുത്ത, ദൈവം ആത്മാവാകുന്നു, അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. മതി. തന്നെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. എന്താ കാര്യം? ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും. ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വ്യക്തിയിൽ അഭിഷേകം വന്നു കഴിയുമ്പോൾ ആത്മാവ്, ഒരു ദൈവത്തിൻ്റെ ആത്മാവിനിൽ വന്നു അല്ലേ? അഭിഷേകത്തല്ല, ആത്മാവിനിൽ വസിക്കുകയല്ലേ?
ആ വന്നിരിക്കുന്ന ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ആ ആത്മാവിനെ കൊണ്ടാണ് ആത്മാവാം ദൈവത്തെ ആരാധിക്കേണ്ടത്. അത് അന്യഭാഷയിലാണ് ആരാധന. പൗലോസും ശീലാസും ആരാധിച്ചത് അന്യഭാഷയിലാണ് ആരാധിച്ചത്. അവർ പാടി സ്തുതിച്ചു എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് മർക്കോസിൻ്റെയും ഗസ്റ്റലിൻ്റെയും പാട്ടല്ല. സഭ പീഡയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണെന്ന് ഓർത്തോണം. ഘോരമായ പീഡ റോമൻ സാമ്രാജ്യവും യഹൂദന്മാരും സ്വത്രം സാത്താൻ അവരിലൂടെയൊക്കെ സഭയ്ക്കെതിരെ അടിച്ചുവിട്ടപ്പോൾ ജനം മരിച്ചു വീണുകൊണ്ടിരിക്കുക. ശുശ്രൂഷകന്മാർ മരിച്ചു വീണുകൊണ്ടിരിക്കുക. വിശ്വാസികൾ മരിച്ചു വീണുകൊണ്ടിരിക്കുക. മൃഗങ്ങൾ മനുഷ്യനെ പിടിച്ച് തിന്നുന്ന അവസ്ഥ. വിശന്ന് കിടക്കുന്ന മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുക. കൈകാലുകൾ 2 വൃക്ഷക്കൊമ്പുകളിൽ കെട്ടിയിട്ട് പിടിവിടുമ്പോൾ 2 കൊമ്പുകളായിട്ട് അങ്ങോട്ട് പിരിഞ്ഞു പോകുമ്പോൾ മനുഷ്യൻ കീറി മരിക്കുക, 2ആയിട്ട് പിളർന്നു വീഴുക, തലമണ്ട അടിച്ചു പൊട്ടിക്കുക, സിംഹങ്ങളുടെ ഗുഹയിൽ മനുഷ്യൻ ഇട്ടുകൊടുക്കുക, ഘോരമായ ചെവിയിലും മൂക്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഈയം ഉരുക്കി ഒഴിക്കുക. അങ്ങനെ ഘോരമായ പീഡ നടക്കുന്ന സമയത്താണ് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ കാലഘട്ടമെന്ന് ഇന്നത്തെ പെന്തക്കോസുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ആ സമയത്താണ് പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായത്. അവരവിടെ പാടി സന്തോഷിക്കാനുള്ള നമ്മളെ മനുഷ്യരെഴുതിയ കൊച്ചുകുഞ്ഞു ഉപദേശിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപദേശിമാരെഴുതിയ പാട്ടൊന്നും അന്നില്ല. അവരാത്മാവിൽ പാടി സന്തോഷിച്ചു. അവിടെ ശരീരം ബന്ധിക്കപ്പെട്ട് കിടക്കുക. നമുക്കറിയാം വേദഭാഗത്ത് കൈകാലുകൾ ചങ്ങലയിട്ട് കിടക്കുന്ന സമയത്ത് ആ ആത്മാവിൽ അവർ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയാതെ. നമ്മളാണെങ്കിൽ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് സമയം കളഞ്ഞ് തന്നെ. ഇന്നിപ്പോൾ അതല്ലേ നടക്കുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് കോടതിയും കേസും വഴക്കുമായിട്ട് നടക്കുകയല്ലേ ഇന്നത്തെ ക്രൈസ്തവരിൽ നല്ലൊരു പങ്കും. വലിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മഹാന്മാർ, റവറൻഡുമാർ, ഡോക്ടർമാർ ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് പുറത്തു പറയാൻ പറ്റുമോ? എന്നാൽ അവരവിടെ അങ്ങനെയല്ല ചെയ്തത്. അവർ രണ്ടുപേരും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അവർ ആത്മാവിൽ പാടി, അന്യഭാഷയിൽ പാടി ദൈവത്തെ ആരാധിച്ചു. ആത്മാവിൽ പാടി സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ എന്നുള്ളത് ആത്മീയമായ അന്യഭാഷയിലുള്ള പാട്ടുകളെയാണ് വീക്ഷിക്കുന്നത്. അത് പിതാക്കന്മാരിൽ നിന്ന് വേണം നമ്മളത് പഠിച്ചെടുക്കാൻ. ഊച്ചാൻ്റെ വെച്ച് കിടക്കുന്ന പിള്ളേരിൽ നിന്നും അതൊന്നും പഠിക്കരുത്. ഒരു ചക്കും ചുക്കും അറിഞ്ഞുകൂടാത്തവരൊക്കെ സഭയെ കയറി ഉപദേശിക്കുന്നത്. മുൾഗാം വെച്ചവനും പിന്നെ 2-3 പോത്തിനെ കെട്ടാൻ ഉള്ള കയറ് കയ്യിൽ കെട്ടിയിരിക്കുന്നവൻ ലീഡർഷിപ്പ് ചെയ്യുന്നതായിട്ടൊരു സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ എറണാകുളത്തൊരു സഭയുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. കോടീശ്വരന്മാർ കൂടുന്ന പ്രസ്ഥാനമാണ്. ആയിരക്കണക്കിന് 2000-3000 കണക്കിന് ആൾക്കാർ കൂടി വരും. മീറ്റിംഗ് കഴിയുമ്പോൾ സ്തോത്രാഴ്ചപ്പോൾ പാത്രം ചവപ്പട്ടി പോലുള്ള പാത്രം നിറഞ്ഞു കിട്ടും. ജനം പോകുന്നത് ആത്മീയമായി ചത്ത അവസ്ഥയിലാണ് തിരിച്ചു പോകുന്നത്. പാട്ടും കൂത്തും നൃത്തമൊക്കെ ബിരിയാണി കിട്ടും തിന്നാൻ. പുറത്തെ മനുഷ്യനെ കൊഴിപ്പിക്കാനുള്ള പലതുമുണ്ട്. ആത്മീയമായ ഒരു ചുക്കുമില്ല, ഒരു വകയില്ല അവിടെ. പാസ്റ്ററിന് അങ്ങനെ അറിയാം, എനിക്ക് നന്നായിട്ടറിയാം. ദൈവവചനം പ്രസംഗിച്ച് അവരെ ഒന്നും കേൾപ്പിക്കുന്നില്ല. ചുമ്മാ കുറെ ബഹളം വെച്ച് കൂട്ടുക. ഒച്ചയും ബഹളവും ആത്മീയമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമായി നമ്മൾ അധപ്പതിച്ചു പോയി. എസ്പെഷ്യലി ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചുകൾ. പത്യവചനം, പത്യോപദേശം പ്രസ്താവിക്കപ്പെടാത്ത ചർച്ചുകളെല്ലാം ആത്മീയമായി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കും. അത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പോയാൽ അങ്ങ് പോകുമ്പോൾ ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരിക. യാക്കോബിൻ്റെ പ്രബോധനം നമ്മളൊന്ന് ശ്രദ്ധിക്കേ. ഹല്ലേലൂയ. എന്താ യാക്കോബ് പറഞ്ഞത്? സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ, പരീക്ഷകൾ അകപ്പെടാത്ത ആരാ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബെഞ്ചമിനും ട്രംപും ലോകത്തുള്ള എല്ലാ മനുഷ്യനും പരീക്ഷകളിലൂടെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താണ്? നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന, വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശോധന, കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാകുന്ന പരിശോധനയല്ല. കർത്താവിന് വേണ്ടി വിശ്വാസത്താൽ നിലകൊള്ളുമ്പോൾ, ആത്മീയമായി നമ്മൾ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കെതിരെ വരുന്ന പ്രലോഭനങ്ങളും പരീക്ഷകളും ടെംപ്റ്റേഷനുമാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പരിശോധന. അബ്രഹാമിനൊരു പരിശോധന നേരിട്ടു. എന്തായിരുന്നു പരിശോധന? ആറ്റുനോറ്റ് കിട്ടിയ 100 വയസ്സിൽ ജനിച്ച കുഞ്ഞിനെ എന്ത് ചെയ്യണം? മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. കേട്ട മാത്രയിൽ. ഓ ദൈവമേ, അതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നിന്റെ മകനെ, ഏകജാതനായ നിന്റെ മകനെ തന്നെ. ഈ ഏകജാതം എന്ന് പറയാനല്ല, വേറെ കുറേ എണ്ണം കിടപ്പുണ്ട്.
ആകാറിലും അവരിലൊക്കെ കുറെ എണ്ണം പെറ്റുകൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മ പറയുന്നത്, നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞു. കേട്ട മാത്രയിൽ വലിയ പരീക്ഷയാണ്. ഒരു പരീക്ഷയല്ലേ അത്? നമ്മളാണെങ്കിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളാണെങ്കിൽ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ആ മനുഷ്യനത് ചെയ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. 75 വയസ്സിലും കണ്ട വാഗ്ദത്തം 100 വയസ്സിൽ വാഗ്ദത്തം നിവൃത്തി. 25 വർഷം കൊച്ചിന് വേണ്ടി കാത്തിരുന്ന് സ്വോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞിനെയും കൊണ്ട് കൊല്ലാൻ കൊണ്ടുപോവുക. അച്ഛയോട് പറഞ്ഞില്ല, അച്ഛയോട് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇന്ന് അച്ഛന്മാരോട് പറഞ്ഞ ഒരു കാര്യവും നടക്കില്ല. അത് അന്നും ഇന്നും ഒക്കെ ഒന്ന് തന്നെ. ഒരു കാര്യവും അച്ഛന്മാരിലൂടെ പറഞ്ഞൊന്നും നടത്താൻ പറ്റത്തില്ല. കാരണം അവരിങ്ങനെ വെളിവ് കേട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഒക്കെ അത് മനസ്സിലാക്കി അബ്രഹാം എന്ത് ചെയ്തു? രഹസ്യമായിട്ട് ബാല്യക്കാരെയും കൂട്ടി, കോപ്പ് കൂട്ടി, വിറക് കൊടുത്ത് എല്ലാം എടുത്ത് അങ്ങ് പുറപ്പെടും. പോണ വഴിക്ക് ചെറുക്കൻ ചോദിക്കുക, അപ്പാ വിറകുമുണ്ട്, തീയുമുണ്ട്, എല്ലാം ഉണ്ട്, അറുക്കാനുള്ള മൃഗം എവിടെ? നിന്നെയാണെന്ന് പറയാൻ പറ്റുമോ? യഹോവ കരുതിക്കൊള്ളു. ഇപ്പം നമ്മളത് പറഞ്ഞ് പാട്ടുണ്ടാക്കിയിരിക്കുക. യഹോവ കരുതി, യഹോവ കുരുത്തക്കേട് മുഴുവൻ കാട്ടി കൂട്ടിയിട്ട് യഹോവ കരുതി, യഹോവ കരുതെന്ന് പാട്ടും പാടി തുള്ളിക്കൊണ്ടിരിക്കുക. യഹോവയിലെ ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. അതേ 10 ചക്രം ഉണ്ടാക്കാൻ നീ മാത്രം മതി. ഈ കർത്താവിൻ്റെ വചനം എടുത്ത് ചക്രം ഉണ്ടാക്കാൻ കർത്താവ് മാത്രം മതി. ഈ വചനവും മതി. അന്ന് കൂട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ച് കളഞ്ഞ് പ്രസംഗിച്ചാൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. ഇന്ന് അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ. ഇതൊക്കെ പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചു. അബ്രഹാം വിശ്വാസത്തിൻ്റെ കാൽച്ചുവട് വെച്ച് മുമ്പോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? അതാ ഒരു ഭയങ്കര ഒരു വിശ്വാസത്തിൻ്റെ തീവ്രതയാണ് അബ്രഹാമിനുണ്ടായത്. കയ്യും കാലും കെട്ടി. പണ്ടൊക്കെ പാസ്റ്റർമാർ പ്രസംഗിക്കുമായിരുന്നത്, ഈ കയ്യും കാലും കെട്ടുന്ന സമയത്ത് ഇവന് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? അപ്പോൾ ഇസഹാക്കിന് 33 വയസ്സുണ്ട്. നല്ല ആരോഗ്യകാലം. ഈ റസലിങ്ങിലൊക്കെ ഉള്ള ആൾക്കാരെ മാറി നല്ല മസിലൊക്കെ ആയിട്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഈ മൂപ്പിലാനെ ഒരു ഒറ്റ ഇടിക്ക് നിലത്തെടുത്ത് കളഞ്ഞിട്ട് എന്നെ കൊല്ലാൻ പോവാണല്ലേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കഴിഞ്ഞിട്ട് പോവാം. അത് അപ്പം വളർത്തിയ മക്കളാണ്, അനുസരണമുള്ള മക്കൾ. അവിടെ നിന്നൊക്കെ നിന്ന് നമ്മൾ ഒത്തിരി പഠിക്കണത്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അനുസരണമുള്ള അബ്രഹാമിനെ അനുസരിക്കുന്ന ഇസഹാക്ക്. അതുകൊണ്ട് എന്ത് പറ്റി ദൈവമക്കളെ? ആ തലമുറയിലൂടെ ഒരു വലിയ ജനറേഷൻ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ലഭിച്ചില്ലേ? ഒരൊറ്റ മനുഷ്യന്റെ വിശ്വാസത്താലുള്ള ആ കാൽച്ചുവട് ഒരു വലിയ ജനതയുടെ ബ്ലെസ്സിങ്ങിന് കാരണമായി തീർന്നില്ലേ? അവർ വചനം അനുസരിക്കാതെ തെറ്റിപ്പോയിട്ട് അവരെ ശിക്ഷിച്ച് പ്രവാസികളായിട്ട് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വിട്ടു എന്നുള്ളത് വേറെ വിഷയം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ ഒരു ജനറേഷൻ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. കയ്യും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് വീശുന്ന സമയത്ത് പലരും പല വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞ് ദൈവം പേടിച്ചു പോയെന്ന്. അതൊരു അലങ്കാര പദപ്രയോഗമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ പേടിച്ചിട്ടൊന്നുമില്ല. വിളിച്ചില്ലെങ്കിൽ കത്തി അവൻ്റെ കഴുത്തിൽ വീണിരിക്കും. അത്ര വിശ്വാസമാണ്. അത് അവിടെ വചനത്തിൽ പറയുന്നത്, അബ്രഹാം ആ കുഞ്ഞിനെ യാഗം കഴിച്ച് തിരിച്ചു പോരുമ്പോൾ ആ ചാരത്തിൽ നിന്ന് ഇസഹാക്കിനെ ഉയർപ്പിച്ചു തരുവാൻ കഴിവുള്ളൊരു ദൈവമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അതവന് നീതിയായിട്ട് കണക്കിട്ടു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് അവൻ വിശ്വാസികളുടെ പിതാവായത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മനുഷ്യനെ ഇന്നും നമ്മളെടുത്ത് പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം എന്താ? ദൈവം പറഞ്ഞത് അനുസരിച്ചു. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം അബ്രഹാം അനുസരിച്ചു. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. നമ്മൾ ദൈവവചനം അനുസരിക്കുന്നില്ല. നമ്മൾ മറുതലിച്ചു നിൽക്കുന്നു. കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ വിശ്വാസികളായ നമുക്ക്, പാസ്റ്റർമാർക്ക്, വിശ്വാസികൾക്ക്, സുവിശേഷന്മാർക്ക്, കർത്താവിന്റെ ദാസന്മാർക്ക്, സഹോദരി സഹോദരന്മാർക്ക് അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശങ്ങൾ അനുസരിക്കുന്നില്ല. അവരവർക്ക് ഇഷ്ടം പോലെ നടക്കുക. പൊക്കോ, കുഴപ്പമൊന്നുമില്ല. അവസാനം കത്രിക പൂട്ട് വീഴും.
കർത്താവിൻ്റെ ഒരിൽ പോകാതെ തൊഴിഞ്ഞു കിടക്കും. യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ ഞെരിഞ്ഞമരുമ്പോൾ മനസ്സിലാവും. ഞങ്ങളുടെ കൂടെ ഉണ്ടായ പല സഹോദരന്മാരും ഭൗതിക നേട്ടം കിട്ടിയപ്പോൾ പോയി. കുട്ടിയില്ലാത്തവന് കുട്ടി കിട്ടി, ജോലി ഇല്ലാത്തവന് ജോലി കിട്ടി, വിവാഹം ഇല്ലാത്തവന് വിവാഹം ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പൊടിയും തട്ടിക്കളഞ്ഞു പോയി. അപ്പം അവരുടെ ലക്ഷ്യം ഭൗതികമായിരുന്നു, അവർ കർത്താവിന് വേണ്ട. പൗലോസ് എന്താ പറയുന്നത്? കഷ്ടതയോ ബുദ്ധിമുട്ടോ മരണമോ ആപത്തോ വാളോ എന്തു തന്നെ വന്നാലും ക്രിസ്തുവേ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് പൗലോസ് ഉറച്ചിരുന്നത് പോലെ ആർക്കാണ് ഉറച്ചിരിക്കാൻ കഴിയുന്ന? അവർക്കാണ് നിത്യത പ്രാപിക്കാൻ പറ്റുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരീക്ഷകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും വരും. അതെന്തുകൊണ്ട് വരുന്നു? അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ത്? അത് മുഖാന്തരം നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മളിലൊരു പണി നടക്കണം. എന്താണ് ആ പണി? വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കണം. സ്ഥിരമായൊരു വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, പെറുപിറുക്കാതെ പതറിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ, സ്വത്രം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീടുവിടുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ഉറപ്പുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കത്തക്ക നിലയിൽ നീ അനുഭവിക്കുന്ന പരീക്ഷകളും പരിശോധനകളും നിന്നെ ബലപ്പെടുത്തുന്നില്ലെങ്കിൽ നിന്റെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. കുറച്ച് നാൾ പാട്ടും പാടി പുട്ടുപൊടിച്ച് ഇങ്ങനെ ജീവിക്കാം. അത് കഴിഞ്ഞ് നേരെ നരകത്തിലോട്ടും പോവാം. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എന്തിനാ ദൈവമേ ഞാൻ ഇത്രയും പരിശോധനകൾ അനുഭവിക്കുന്നത്? ഞാൻ കുറെ കഠിനാധ്വാനം ചെയ്ത് നന്മകളൊക്കെ ഉണ്ടാക്കി, പക്ഷേ എന്തുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു? എന്തുകൊണ്ട് ഇത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നു? അപ്പൊ എന്നോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണിത്. എന്താ? നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷം എന്നെണ്ണണം. എന്നെ വചനത്തിൽ ഉറപ്പിക്കുകയാണ്. എൻ്റെ കഷ്ടതകളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ പ്രതികൂലങ്ങളും എന്നെ കരുത്താക്കി മാറ്റുകയാണ്. രാഷ്ട്രീയക്കാർ പറയില്ലോ, കരുത്തനായ സാരഥി വരുന്നു. ജാഥയ്ക്ക് മുമ്പ് ഇലക്ഷൻ നടക്കാൻ നേരത്ത് കരുത്തനായ സാരഥി, കള്ളൻ അരിവെച്ചവനാ. പറയുന്നത് എന്താ? കരുത്തനായ സാരഥി, കക്കാനായിട്ട് കരുത്ത് പ്രാപിച്ച സാരഥി. ചുമ്മാ പറയല്ലേ കിടന്നു. അപ്പം അങ്ങോട്ട് പോകാനല്ലേ നമ്മുടെ ആൾക്കാർ കൂടി ഇപ്പം പാസ്റ്റർമാരുൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നമുക്കും അതുപോലെ കള്ളന്മാരായി തീരണം, രാഷ്ട്രീയത്തിൽ ഇറങ്ങി കക്കണം, ആത്മീയത്തിൽ കട്ടുമുടിച്ച് ഒരു പരുവാക്കിയിട്ടിരിക്കുക. ഇനി രാഷ്ട്രീയത്തിൽ കൂടി ഇറങ്ങി 10 ചക്രം ഉണ്ടാക്കണമെന്ന പലരുടെ ആഗ്രഹം. എന്താവശ്യം ഇതിനൊക്കെ? നമ്മൾ ലോകക്കാരായിരിക്കാതെ നമ്മൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതല്ലേ? ഞാൻ ചോദിക്കുക, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യമാണ് ഭരിച്ചത്. അവരുമായിട്ട് വല്ല ടൈപ്പ് ഉണ്ടാക്കിയോ? അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവരാണല്ലോ റോമക്കാരും യഹൂദന്മാരും. അവരുമായിട്ട് വല്ല ടൈപ്പ് ഉണ്ടാക്കിയോ? വല്ല കൂട്ടുകൃഷി നടത്തിയോ? വല്ല ഭരണം നടത്തിയോ? ഒന്നും നടത്തിയില്ല. അവർക്ക് അവരുടെ നായകൻ കർത്താവായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാര് നായകനായിട്ട് മുന്നിൽ കണ്ടത് കർത്താവിനെയാണ്. സഭകളിൽ ശുശ്രൂഷകന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, അഞ്ചിലെ അപ്പോസ്തലന്മാരായി പ്രവാചകന്മാരായ സുവിശേഷകരും ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാരുണ്ട്. പരസ്പരം ബഹുമാനം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷ ചെയ്ത് പോന്നു. അല്ലാതെ ആ റോമൻ സാമ്രാജ്യമായിട്ടോ യഹൂദന്മാരായിട്ടോ കൂട്ടുചേർന്നൊരു പരിപാടി നടത്തിയില്ല, ഒരു ഭരണവും നടത്തിയില്ല. അവർക്കറിയാം ദൈവം സ്വത്രം അത് അനുവദിക്കുന്നതല്ല. അപ്പോസ്തലന്മാരെ കുറിച്ചും കർത്താവിൻ്റെ ദാസന്മാരെ കുറിച്ചും പ്രവൃത്തി പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തത് അവർ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരുന്നു. നമുക്കറിയാം 6-ാം അധ്യായം എടുക്കാം, പ്രവൃത്തി പുസ്തകം 6-ാം അധ്യായം. ഇങ്ങനെ വരുമ്പോഴാണോ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് പ്രേരണ കിട്ടുന്നത്, അപ്പോഴാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അത് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് ഒരർത്ഥത്തിൽ. ഈ രാഷ്ട്രീയക്കാരെയൊക്കെ പൊളിച്ചു കളയാനായിട്ട് ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ കർത്താവ് ഹൃദയത്തിൽ തരിക. പ്രവൃത്തി പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവന്മാരെ ദിനംപ്രതി ശുശ്രൂഷയിൽ ഉപേക്ഷയ്ക്കായി വിചാരിക്കുന്നുവെന്ന് യവനക്കാർ എബ്രായക്കാരുടെ നേരെ പിറുപിറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷിക്കുന്ന യോഗ്യമല്ല. ആകയാൽ സൗരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ചെന്ന് സഭയിലെ വിശ്വാസികൾ പറയുകയാണ്, ഇങ്ങനെ ഒരു പിറുപിറുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് മേശയെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. അപ്പോസ്തലന്മാരോട് പറഞ്ഞു തിരഞ്ഞെടുപ്പ് നടത്താൻ. അപ്പോസ്തലന്മാരോട് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് നടത്താൻ, ഇലക്ഷൻ നടത്താൻ. അവരെന്താ പറഞ്ഞു?
ഞങ്ങൾക്ക് അതിനുള്ള നേരമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നേ. ഹല്ലേലൂയ. നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഈ 2 സാധനം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മന്ത്രിമാരായിട്ടും MLA-മാരായിട്ടും ഒക്കെ ഭരിച്ചോ. അത് തന്നെ. ഈ സാധനം ഇല്ലല്ലോ. പ്രാർത്ഥനയില്ല, വചനശുശ്രൂഷയും ഇല്ല. കുറച്ച് വചനം പണ്ടൊക്കെ പഠിച്ചു വെച്ചെടുത്ത് അങ്ങനെ പ്രസംഗിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല എന്താ? പ്രസംഗിച്ച് കാശുണ്ടാക്കാനും ആള് കളിക്കാനും അല്ല. ഇത് പ്രസംഗിച്ച് ജനത്തെ ആത്മീയമായി വളർത്തിയെടുക്കാനും ഉണർത്തിയെടുക്കാനും ദൈവവചനത്തിന്റെ വിശുദ്ധിയിലും നിർമ്മലതയിലും ജനത്തെ നടത്താനാണ് ഈ വചന പ്രഘോഷണം. അല്ലാതെ കാശുണ്ടാക്കിക്കൊണ്ടൊന്നും ബാങ്കിലിട്ട് നിറയ്ക്കാനല്ല. പണ്ടൊരു വാസ് പറഞ്ഞ പോലെ ഇതെങ്ങനെ പറയാതിരിക്കും? പണ്ട് ഞങ്ങൾക്ക് 1900 വർഷം ഓർക്കുന്നില്ല, 65 70 കാലഘട്ടങ്ങളിൽ 7 രൂപ 50 പൈസ കിട്ടി പിച്ചക്കാശായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കോടികൾ കിട്ടുന്നുണ്ട്. അത് നല്ല കാശ്. പാവം പിടിച്ച മനുഷ്യർ കൊണ്ടുവന്നിട്ടത് പിച്ചക്കാശും. ഇപ്പോൾ IT ഫീൽഡിൽ ജോലിയുള്ള 2-3 ലക്ഷം മേടിക്കുന്ന പിള്ളേർ കൊണ്ടുവന്ന് 1000 10,000 കൊണ്ടുവന്ന് തള്ളുമ്പോൾ അത് ദൈവം കൊടുത്തത്. അന്ന് എണ്ണാനായിട്ട് കൈ തുപ്പൽ വെച്ച് മുക്കി എണ്ണാമായിരുന്നു. ഇന്ന് എണ്ണി വയ്യാഞ്ഞിട്ട് 7 മിഷ്യൻ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക. അത് ദൈവം കൊടുത്ത, സാത്താൻ കൊടുത്തതാ സഹോദര. നീ മനസ്സിലാക്കാത്തതുകൊണ്ടാ. ദൈവം തരുന്നതൊന്നും അല്ലത്. കോടിക്കണക്കിന് കാശ് കൈ കിട്ടുമ്പോൾ ദൈവം തരുന്നതാണെന്ന് ആരും ചിന്തിക്കരുത്. നിങ്ങൾക്ക് ക്രമാതീതമായി നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അത് ദൈവം തരുന്നതാണെന്ന് പെന്തക്കോസ്തർ ആരും ചിന്തിക്കരുത്. നിങ്ങൾ ആരാണെങ്കിലും എനിക്കൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അത് ദൈവം തരുന്നതല്ല, നിങ്ങളുടെ ചീട്ട് കീറാൻ വേണ്ടി സാത്താൻ തരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അധികം കയ്യിൽ വന്ന് അത് കൊടുത്ത് കയ്യിൽ നിന്ന് മാറ്റിക്കളയണം. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്ന, പുഴുവരിക്കുന്ന, തുരുമ്പെടുക്കുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ശരിയാണോ? കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. നിക്ഷേപം സ്വരൂപിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. തോട്ടങ്ങളായിട്ടോ സ്ഥലങ്ങളായിട്ടോ വീടോട് വീട് കൂട്ടാനൊന്നും പ്രമാണമില്ല. ഇന്ന് പലരും ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളുടെ സെക്രട്ടറി, ഞങ്ങളുടെ പ്രസിഡന്റിന് UK വീട്, KK വീട്, അവിടെ വീട്, ഇവിടെ വീട്. നമ്മളിപ്പോൾ ഏതാ വ്യവസ്ഥപ്രകാരം ചെയ്യുന്നത്? എല്ലാം തലകുത്തനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങളുടെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം കോടീശ്വരന്മാരാ. അദ്ദേഹം മരിക്കാൻ നേരത്ത് വെറും 25,000 രൂപ തൻ്റെ കയ്യിലുണ്ടായിരുന്നു, ബാങ്കിലുണ്ട്. 25,000 രൂപ കയ്യിലും ബാങ്കിലും ഒക്കെ ആയിട്ട് 25,000 രൂപ. ഇന്ന് ഓരോരുത്തരും മരിക്കുമ്പോഴോ താറാവിൻ്റെ പിറകെ നടന്ന് നമ്മുടെ ഉപദേശി മരിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് 16,000 കോടി ഉണ്ടായിരുന്നു, എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ വിഷയങ്ങളാ. 16,000 കോടിയുടെ സ്വത്തുണ്ടാക്കിയിട്ടാണ് താൻ മരിച്ചു പോയെന്നാ പറയുന്നത്. അതുപോലെ പല മഹാന്മാരും കോടി കണക്കിനുണ്ടായിക്കൊണ്ടിരിക്കുക. എങ്ങനെ പറയാതിരിക്കും ഇത്? ഈ ദുഷിച്ച പ്രവണത എവിടെ നിന്ന് വന്നു? ഹല്ലേലൂയ. താമസിക്കാനൊരു വീട് പോരെ? ഒരു 3,000-4,000 സ്ക്വയർ ഫീറ്റ് വീട് പോരെ? 8,000-10,000 സ്ക്വയർ ഫീറ്റുള്ള വീട് 11 കോടി 12 കോടി 4 കോടി 5 കോടി ഇതൊക്കെ മുടക്കി പണിയുമ്പോൾ ചിന്തിച്ചു കൊള്ളണം, ദൈവകൃപയുടെ ഒരു തുള്ളി പോലും ഇവരിലില്ല. ദൈവ സാന്നിധ്യം ഇവരുടെ ശുശ്രൂഷകളിൽ ഇറങ്ങുന്നില്ല. ഇവരുടെ ശുശ്രൂഷ കേൾക്കുന്നവർ ബന്ധിക്കപ്പെടുമെന്ന് ഇനിയെങ്കിലും പെന്തക്കോസ്തുകാർ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എങ്ങനെ പറയാതിരിക്കും സഹോദരങ്ങളെ? എങ്ങനെ പറയാതിരിക്കും? പറ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദൈവസന്നിധി താണിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസം കർത്താവ് നൽകിത്തരും. നമ്മൾ അതൊന്നും മാറ്റാനായിട്ട് പോണ്ട. വിവിധ പരീക്ഷകൾ കടന്നു വരും. അതാ യാക്കോബ് പറയുന്നത്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നുണ്ടുവിൻ. ഇസഹാക്കിനെ യാഗം കഴിക്കാതെ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. നീ നിന്റെ ഏകജാതനായ മകനെ തരാൻ മടിക്കായക കൊണ്ട് എന്താ പറഞ്ഞ ദൈവം? അവന് കൊടുത്ത സാക്ഷ്യം എന്താ? നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് ദൈവഭയമില്ലാത്ത ശുശ്രൂഷ നേതൃത്വങ്ങളാണ് നമുക്കുള്ളത്. ജീർണിച്ചു കിടക്കുന്ന നേതൃത്വ നിരകൾ.
ഭൗതികമായി കോടികൾ ഉണ്ടാക്കി ആത്മികമായി ഇവരെ പോലെ ദാരിദ്ര്യവാസികൾ ലോകത്ത് കാണത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഉണ്ടോ? അപ്പൊ അബ്രഹാമിന് കിട്ടിയ ആ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? ദൈവ ഭയമുള്ളവൻ. ഇന്ന് ദൈവ ഭയമുള്ള എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ച്, നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ച്, ദൈവ ഭയം നമുക്കുണ്ടോ? വലിയ ആന പോലെ വർത്താനമൊക്കെ പറയും ഞാനും നിങ്ങളും. ഞാൻ എന്നെ കൂടി പ്രതികരത്ത് പറയുക, ദൈവ ഭയം നമ്മളിലുണ്ടോ? ഒരു പാപത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ ഭയമുണ്ടോ നമുക്ക്? ഒരു തെറ്റിലേക്ക് എടുത്തു ചാടാനുള്ള ടെംപ്റ്റേഷൻ വരുമ്പോൾ ഭയമുണ്ടോ? ഭയന്ന് മാറുന്നുണ്ടോ? എൻ്റെ ദൈവം ഇത് കാണുന്നു, ദൈവം എന്നെ ശിക്ഷിക്കും, ദൈവം എന്നെ സ്വത്രം ന്യായം വിധിക്കും എന്ന് ചിന്തിച്ച് ആ പാപത്തിൽ നിന്ന് തെന്നിമാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അത് ദൈവഭയം. അതാ, അല്ല വേറെന്താ? ഭയമില്ലാത്ത വിശ്വാസി, ഭയമില്ലാത്ത ശൂഷകന്മാർ, ഏത് കോനാമ്പിച്ച് കാണിക്കാനും ഭയമില്ല. ഒന്നുമില്ലെങ്കിൽ ലോകരെങ്കിലും കാണുന്നില്ലേ? ഒരു പൂട്ട് തല്ലിപ്പൊളിച്ച ഒരു ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. പൂട്ട് തല്ലിപ്പൊളിക്കുക ഭക്തന്മാര്. അതിനെക്കുറിച്ച് ഒരു പാസ്റ്റർ പറഞ്ഞാണ്, ഈ ദുഷ്ടന്മാര്, ഞാനല്ല പറഞ്ഞു കേട്ടോ, ഞാനങ്ങനെ പറഞ്ഞില്ല, ഇത് ലോകര് കാണുന്നെങ്കിലും മനസ്സിലാക്കണ്ടേന്ന് വിദേശത്തുനിന്നൊരു പാസ്റ്റർ പ്രസംഗിച്ചതാ. ഈ ദുഷ്ടന്മാർക്ക് ഇതെങ്ങനെ തോന്നി ചെയ്യാൻ? ഞാൻ അത്രയും കടുപ്പിച്ച പദം പറയുന്നില്ല. വഷളന്മാരെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, വഷളത്വമല്ലേ അതൊക്കെ? ആരെങ്കിലും പൂട്ടിയിട്ടതായിക്കോട്ടെ, കൂട്ടുസഹോദരന്മാർ പൂട്ടിയിട്ടതാ, തല്ലിപ്പൊട്ടിക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ലോകത്തെ കാണിച്ച് പല്ലുകുത്തി മണപ്പിക്കുക. അവരെ ചേർക്കാൻ ആ കർത്താവ് വരുന്നതല്ലേ? നിങ്ങളെ ചേർക്കാൻ വേറൊരു കർത്താവ് വരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബാബു ജോൺ വേട്ടമല പാസ് പറഞ്ഞത്, അദ്ദേഹത്തെ പറഞ്ഞത് ഞാൻ എപ്പോഴും ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവുമില്ല. എല്ലാം ജീർണിച്ച് പുഴുക്കുത്ത് പിടിച്ച് കിടക്കുകയാണ്. എഫ്രീമിന് പുഴുക്കുത്ത് പിടിച്ചതുപോലെ പുഴുക്കുത്ത് പിടിച്ച് കിടക്കുക. ഭൗതികമായി ഇഷ്ടം പോലെ ഉണ്ടാക്കി ആത്മീകമായി ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണണം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും പരിശോധനകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുവാനാണ്. ആ പരിശോധനകളുടെ മധ്യത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക, കരയുക, നിലവിളിക്കുക, ദൈവത്തോട് കൂടുതൽ അടുക്കുക, ദൈവത്തിൽ നിന്ന് കൂടുതൽ ശക്തി ആർജിക്കുക, ദൈവത്തിൽ നിന്ന് ആലോചനകൾ പ്രാപിക്കുക, ദൈവഹിതം ആ പ്രശ്നത്തിൻ്റെ നടുവിൽ മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ വന്നു? എന്തുകൊണ്ട് ഈ രോഗം എൻ്റെ ജീവിതത്തിൽ വന്നു? എന്തുകൊണ്ട് ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നു? എവിടെയാണ് ഞാൻ തകർന്നു കിടക്കുന്നത്? എവിടെയാണ് ഞാൻ പരാജയപ്പെട്ട് കിടക്കുന്നത്? എവിടെയാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പാളിച്ച പറ്റിയതെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് യഥാസ്ഥാനപ്പെട്ട് ആത്മശക്തി പ്രാപിച്ച് ദൈവരവ് പ്രാപിച്ച് വലിയ പ്രത്യാശ നിർഭരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയമായി. ഇതാണ് അപ്പോസ്തലന്മാരുടെ ഉദ്ദേശം. ഇതാണ് ആർക്കും വേണ്ടാത്തത്. അവിടെ ചപ്പൻ ചവറും പറഞ്ഞ പണ്ട് ആരാണ്ടും പറഞ്ഞ പോലെ ഡാർവിൻ്റെ നിരീശ്വരവാദിയുടെ സിദ്ധാന്തം എത്രയോ ലക്ഷക്കണക്കിന് കോപ്പി അടിച്ചു കൊണ്ടുവന്ന് കടയിൽ കൊടുക്കുന്നതിന് വിറ്റുപോയി. സാത്താൻ അടിച്ചുള്ളൂ. സാത്താൻ്റെ ചരക്കല്ലേ, അത് ആൾക്കാർ അടിച്ചുകൊണ്ട് പോയി. സാത്താൻ്റെ ചരക്കാണ് ഡാർവിൻ്റെ സിദ്ധാന്തം. അത് വിറ്റുകൊണ്ടുവന്ന് ബുക്ക് സ്റ്റാളിൽ വെച്ചപ്പോൾ തന്നെ എല്ലാം വിറ്റുപോയെന്ന്. ചൂടപ്പം പോലെ വിറ്റുപോയെന്ന് എഴുതി വെച്ചേ. എൻ്റെ പുസ്തകത്തിൽ വായിച്ചതാണ്. ചൂടപ്പം പോലെ വിറ്റുപോയി. കാരണം എന്താ? സാത്താൻ്റെ ചരക്ക്. അതുപോലെ ആർക്കും വേണ്ടാത്ത പ്രസംഗങ്ങൾ, അതിൻ്റെ വ്യൂസൊക്കെ എത്രയാ? 1000, 2000, 3000, 4000, 5000 പത്യവചനം പത്യോപദേശം പ്രസംഗിച്ച 10 പേര്, 5 പേര്. ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഇതൊക്കെ. കാരണം ഇതൊന്നും ആർക്കും വേണ്ട. വിശുദ്ധയുടെ ഉപദേശം ആർക്കും വേണ്ട. ആത്മീയ വളർച്ചയ്ക്കുള്ള ഉപദേശം ആർക്കും വേണ്ട. ആത്മീയ വർധനവിനുള്ള ഉപദേശം ആർക്കും വേണ്ട. ആത്മീയ നിറവിനുള്ള ഉപദേശം ആർക്കും വേണ്ട. കുറെ പാട്ട് പാടി കൂട്ടി കുറെ ബഹളം വെച്ചാൽ ആൾക്കാർ ഇഷ്ടം പോലെ കേൾക്കാനുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ മറുപടി പറയാം. ഇത് ലവോദിക്ക പീരീഡാ, കർത്താവിൻ്റെ വരവിന് മുമ്പ് കാലഘട്ടമാണ്.
ആത്മീയ കുരുടന്മാരും ആത്മീയ ദരിദ്രന്മാരും ആത്മീയ നഗ്നന്മാരും കിടക്കുക. തന്നിമിത്തം അരിഷ്ടന്മാരും നിർഭാഗ്യന്മാരുമായി കിടക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഇന്ന് ആത്മീയ കോളത്തിൽ കിടക്കുന്നത്. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നത്, വിശുദ്ധ വചനത്തിന് വേണ്ടി ശാസനയും തർജ്ജനവും പ്രബോധനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളെ ദേവദാസൻ വചനം സംസാരിക്കുമ്പോൾ ഞങ്ങളെ ശാസിച്ച്, ഞങ്ങളെ വഴക്ക് പറഞ്ഞ്, ഞങ്ങളെ പിണങ്ങി പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക, ഞാൻ ക്രമീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ കുറ്റങ്ങളെ കാണുകയാണ്. ആ ദൈവദാസൻ പറയുന്ന തെറ്റുകൾ എന്നിലുണ്ടോ എന്ന് ഞാൻ ശോധന ചെയ്ത് എന്നെ തന്നെ ദൈവസന്നിധിയിൽ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കേട്ട് സന്തോഷിച്ചിരിക്കുകയല്ല. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നില്ല. തലമുറ ഈ കള്ളപ്രവാചകന്മാർ പറയുന്നത് കേട്ട് അത് കേട്ടിട്ട് ചില ആൾക്കാരുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിന്റെ മക്കളെ അനുഗ്രഹിക്കും, തലകുത്തി നിൽക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, വിദേശത്തേക്ക് അയക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ അപ്പൻ്റെ നമ്മുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചോണം. എന്തോ ഒരു സന്തോഷമാണെന്നറിയോ? സാത്താൻ കൊടുക്കുന്ന സന്തോഷമാണത്. കരയണം ദൈവസന്നിധി കിടന്ന്, തലതിരിഞ്ഞ മക്കളെ ഓർത്ത് കരയണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് സന്തോഷമെന്നുള്ളവി. ഹല്ലേലൂയ.